MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ചേരുന്നു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നടുക്കിയ ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടി വരുന്നത്. 3 പേരുടെ മരണവാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. മോർണിംഗ് അരുൺ. ഇടുക്കി രാവിലെ കേട്ട വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. തഞ്ചാവൂരിലേക്ക് തീർത്ഥാടനത്തിന് പോയ 34 തീർത്ഥാടകർ ഉൾപ്പെടുന്ന വാഹനമാണ് പുല്ലുപാറയില് അപകടത്തിൽപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഇടുക്കി കളക്ടറെയും ആലപ്പുഴ കോട്ടയം കളക്ടർമാരെയും ബന്ധപ്പെട്ടു രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി. ഇപ്പോഴാണ് 3 പേരുടെ മരണം സ്ഥിരീകരിച്ച വാർത്ത വരുന്നത്. ഈ മരണപ്പെട്ടവരുടെ വിശദമായ വിവരങ്ങൾ ഒന്നും അറിയായിട്ടില്ല. അതും ബന്ധപ്പെട്ട അവരുടെ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കും. മാവേലിക്കര സ്വദേശികളാണ് എന്നൊരു വിവരം കേൾക്കുന്നുണ്ട്. അത്രമാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലേ? മാവേലിക്കരയിൽ നിന്ന് പോയ ബസ്സിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. മാവേലിക്കരക്കാർ തന്നെയാണ്. മാവേലിക്കരയ്ക്ക് ചുറ്റുപാടുമുള്ള 32 യാത്രക്കാരാണ് പോയിട്ടുള്ളത്. അവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അപകട കാരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ നാട്ടുകാരുടെ അകത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ പരമാവധി എല്ലാവരെയും ആശുപത്രി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ചെങ്ങന്നൂർ RDO ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. ആലപ്പുഴ കളക്ടറുമായി സംസാരിച്ചു. ഇവിടുന്ന് ഒരു കോർഡിനേഷൻ, അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് ഒരു കോർഡിനേഷൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ടയം SP-യുമായിട്ടും അതുപോലെ തന്നെ ആലപ്പുഴ SP-യുമായിട്ടും സംസാരിച്ചു. പോലീസുകാരുടെ അടിയന്തര സഹായം അവിടെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ വളരെ ഫോണിലൂടെ ബന്ധപ്പെട്ട എല്ലാവരെയും അല്ല, മുണ്ടക്കൈ ആശുപത്രിയിലാണ് അവരുള്ളത്. അവരെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. ചിലപ്പോൾ അത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താനാണ് സാധ്യത. എന്തായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ RDO-യും ബന്ധപ്പെട്ടവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ അവിടെ ചെന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റു കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കുന്നത്. താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. താങ്ക് യു.